നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അലീനയെ വിളിച്ചാൽ മതിയെന്ന് മാമച്ചനും ഗ്രേസമ്മയും ഒക്കെ പറഞ്ഞെങ്കിലും രേവതിക്കുട്ടി സംഭവിച്ചില്ല. അതിനുള്ള ക്ഷമയൊന്നും രേവതിക്കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അവധിക്കുട്ടി ചാന്റെ വീട്ടുപേരറിയണം എത്രയും പെട്ടെന്ന് തന്നെ. അങ്ങനെ എന്ത് ചെയ്തു? ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുവായിരുന്നു. ഓടിപ്പോയി ഫോൺ എടുത്തു. അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. അതിനുശേഷം റൂമിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ഗ്രേസമ്മ ആകാംക്ഷയോടെ ചോദിച്ചു, അല്ല അലീന എന്ത് പറഞ്ഞു? അലീനെ വിളിച്ച് ചോദിച്ചോ? വീട്ടുപേര് കൊട്ടാരമഠത്തിൽ നിന്ന് തന്നെ ആന്റി പറഞ്ഞത്. ഉറപ്പാണല്ലോ അല്ലേ? മാമച്ചനാണ് ആകെപ്പാടെ ടെൻഷനായി. അതേന്നേ, ഇപ്പൊ തന്നെ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് അലീനെ ചേച്ചി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മാമച്ചൻ അന്തം വിട്ടിരിക്കുകയാണ്. ഗ്രേസമ്മയുടെ മുഖത്ത് ഒരു അമ്പരപ്പുണ്ട്. അല്ല, എന്ത് പറ്റി രണ്ടുപേർക്കും? ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ടാ രേവതിക്കുട്ടി ചോദിക്കുന്നത്. അല്ല, ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാർ തന്നെയാണോ ഈ അവധിക്കുടിച്ചാനും കൂട്ടരും? അല്ല, ഇപ്പൊ അങ്ങനെയാണോ കാണുന്നേ? മാമച്ചൻ അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ഷെറിന്റെ വീട്ടുപേര് കൊട്ടാരമറ്റത്തില്, അപ്പന്റെ പേര് അവധിക്കുടിച്ചാൻ, അമ്മയുടെ പേര് ചിന്നമ്മ, സഹോദരങ്ങളിൽ ആൽബർട്ടിനെ എനിക്കറിയാം, മൂത്തയാള് ഔസേപ്പച്ചന്. മാമച്ചനിങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇപ്പോഴെനിക്ക് ആ സ്റ്റാൻലി ജോസഫിനെ ഓർമ്മ വരുന്നുണ്ട്. ഷെറിന്റെ മൂത്ത സഹോദരൻ മിലിട്ടറിയിലായിരുന്നെന്ന് ഷെറിൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പേര് മറന്നുപോയതുകൊണ്ടാ. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്കളെ, നമ്മൾ അന്ന് പുനലൂർക്ക് പോയില്ലേ? അത് ഈ അവധിക്കുടിച്ചാന്റെ വീട്ടിൽ തന്നെയായിരുന്നോ? രേവതിക്കുട്ടിക്ക് അത്ഭുതമായിരുന്നത് ചോദിക്കുമ്പോ. ആയിരിക്കണമല്ലോ. അതായത് അലീന ചേച്ചിയുടെ പപ്പയുടെ തറവാട്ടില്. അതെ, അന്ന് നമ്മൾ അവിടെ വെച്ച് കണ്ടത് അലീന ചേച്ചിയുടെ സ്വന്തക്കാരിയായിരുന്നു. അപ്പം പിന്നല്ലാതെ ഈശ്വര, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അവധിക്കുടിച്ചാനെ അന്ന് കണ്ടിട്ടുണ്ടല്ലോ അങ്കളെ. ശരിയാണ്, അന്ന് ഷെറിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോഴേ അവളുടെ അപ്പനും ഉണ്ടായിരുന്നു കൂടെ. ഗ്രേസമ്മയ്ക്കാണ് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. നമുക്കെന്തോ അബദ്ധം പറ്റിയതുപോലെ തോന്നുക എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ഷെറിൻ ചേച്ചിക്ക് എത്ര വയസ്സുണ്ടാവും ആന്റി? ഇപ്പൊ ഒരു 30 വയസ്സ് കൂടുതലുണ്ടാവാൻ വഴിയില്ല. അപ്പൊ അലീന ചേച്ചിയുടെ വല്യപ്പച്ചനോ ഒരു 10-75 വയസ്സ് കാണുമായിരിക്കും അല്ലെ മാമച്ചായ? കൂടി വന്നാൽ ഒരു 70. ഏറ്റവും ഇളയും മോളല്ലായിരുന്നു ഷെറിന്. അവൾ ഉണ്ടായപ്പോഴേക്കും ബാക്കിയുള്ള മക്കളെല്ലാം ഒരുമാതിരി തന്നെ വലുതായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര അതിശയമായി പോയിട്ടോ. ഇത് ശരിയാണോ അങ്കളെ? അതോ പുനലൂര് വേറെ ഇനിയിപ്പോ വേറൊരു കൊട്ടാരം മറ്റോ അവധിക്കുടിച്ചാനെ കാണുമോ? മാമച്ചൻ ഗ്രേസമ്മ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അലീന ഷെറിന്റെ സഹോദരന്റെ മകളാണെന്ന് ചിന്തിക്കുമ്പോ തന്നെ അവരുടെ ഉള്ളില് ചില സാധ്യതകളൊക്കെ തെളിയുന്നുണ്ട്. അലീനയ്ക്ക് പുനലൂരിലെ തറവാട്ടിലേക്ക് കടന്നില്ല. ഷെറിനുമായിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. അത് മാത്രമല്ല, അലീനയ്ക്ക് ഒരു പക്ഷേ ഷെറിൻ പ്രസവിച്ച് കുഞ്ഞ് അപ്രത്യക്ഷമായ വഴികളിലൂടെ സഞ്ചരിച്ച് അതിനെ കണ്ടെത്താനും ചിലപ്പോ കഴിഞ്ഞേക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കണം. കാരണം അത് തങ്ങളുടെ മരിച്ചുപോയ മകന്റെ കുഞ്ഞാണ്. അവനും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് തെളിയിക്കുന്ന ജീവനുള്ള ഒരേ ഒരു അടയാളമാണത്. അനാഥയായ ഒരു പെൺകുട്ടിയെ മകളെ പോലെ സ്നേഹിച്ച് സംരക്ഷിക്കുന്ന ദൈവം എങ്ങനെയായിരിക്കാം ചിലപ്പോ പ്രതിഫലം തരുന്നതെന്ന് അവരുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായി. പക്ഷെ ആ കുഞ്ഞു ജീവനോടെ ഉണ്ടോ ഒന്നും നിശ്ചയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നൊരു സംശയമൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതെ, അലീനയെ നീ ഒന്ന് വിളിച്ചു പറയണം. ഷെറിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അന്വേഷിക്കാനായിട്ട്. അവൾക്ക് ചിലപ്പോൾ എളുപ്പന്നത് കണ്ടുപിടിക്കാനായിട്ടൊക്കെ പറ്റുമായിരിക്കും. മാമച്ചന്റെ അവധിക്കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും, അല്ല അങ്ങനെയാണെങ്കിലേ അവധിക്കുട്ടിച്ചാൻ അറിയാതെ ആ കുഞ്ഞ് എവിടെയും പോകാൻ വഴിയില്ല. അലീനയോട് അവധിക്കുട്ടിച്ചാൻ്റെ സോഫ്റ്റ് ഫോൺ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഗ്രേസമ്മയ്ക്ക് ആ വഴിയാണ്. രേവതിക്കുട്ടി പറയുന്നത് സത്യമാണെന്ന് അറിയാവുന്നതില് മാമച്ചനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. അല്ല, നമ്മളെക്കുറിച്ച് അവരോട് പറയുന്ന അലീനയോട് പ്രത്യേകം പറഞ്ഞേക്കണം. തൽക്കാലം നമുക്ക് അവിടെ പോവുകയും വേണ്ട. ആർക്കും പ്രത്യേകിച്ച് ഒരു സംശയം തോന്നരുത്. കാരണം നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പോവണ്ട. അതെ, ഞാൻ അലീന ചേച്ചിയോട് ഒന്നുകൂടെ ചോദിച്ചിട്ട് ഒന്ന് ഉറപ്പാക്കട്ടെ. ആ കൊട്ടാരം മറ്റോ ഈ കൊട്ടാരം മറ്റോ ഒന്ന് തന്നെയാണോന്ന്. എന്നിട്ട് ഉണ്ടാക്കിയാ മതി മലപ്പായസമൊക്കെ. അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളച്ചിരിയോട് കൂടിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. മാമച്ചനും ഗ്രേസമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അതാണെങ്കിൽ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഫോണ് റിങ് ചെയ്യുന്നത് കണ്ടപ്പോ അലീന പോയി എടുത്തു. രേവതിക്കുട്ടിയുടെ കോളിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അവള്. അങ്ങനെ അല്പം മുമ്പ് രേവതിക്കുട്ടി വിളിച്ച് സംസാരിച്ചിരുന്ന അവൾക്ക് ചിലതെല്ലാം ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അലീന ചേച്ചിന്ന് വിളിച്ചു. ഞാനിവിടെ ഉണ്ടേ. എന്തായി നിന്റെ ഇൻവെസ്റ്റിഗേഷൻ? ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചി ഞെട്ടല്ലേ?
നീ വാചകം അടിക്കാതെ കാര്യം പറ. അതെ അലീന ചേച്ചി, ജോമോൻ ചേട്ടൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് ആരാണെന്ന് ചേച്ചിക്കറിയാവോ? ഷെറിൻ. ഈ ഷെറിൻ ആരാ? സാക്ഷാൽ കൊട്ടാരം മരത്തില് അവത് കുടിച്ചാന്റെ ഇളയ മകള്, അലീന ചേച്ചിയുടെ പപ്പയുടെ അനുജത്തി. അലീനയ്ക്ക് അത്ഭുതം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അലീന ചേച്ചി, അല്ല ഇത് സത്യമാണോ മോളെ? ഇനി ഞാൻ ആണയിട്ട് പറയണോ? ശരിക്കും അന്വേഷിച്ചിട്ടാണോ മോളെ നീ പറയണേ? പിന്നല്ലാതെ മാമച്ചനങ്ങളും ആന്റിയും എല്ലാരും ഇവിടെ ആകപ്പാടെ വല്ലാത്തൊരു അമ്പരപ്പില. അവർക്കറിയാലോ ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും. അത് വെച്ച് ഒത്തു നോക്കിയപ്പോ സംഗതി ശരിയാ. അല്ലെങ്കിലേ അലീന ചേച്ചി അവത് കുടിച്ചാനോട് ചോദിച്ചു വെക്ക്. അതെ നിക്ക് ആദ്യം എനിക്കൊന്ന് ബോധ്യമാവട്ടെ. ഒന്നുകൂടെ പറഞ്ഞ് എല്ലാം വിസ്തമായിട്ട്. വിശ്വാസം ആവണില്ലല്ലേ? ആദ്യം എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഓർത്തിട്ടും അങ്ങോട്ട് അതിശയം മാറുന്നുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടി ഷെറിന്റെ പപ്പയുടെ പേര് അവത് കുടിച്ചാനെന്ന് തന്നെയാണെന്നും അമ്മയുടെ പേര് ചിന്നമ്മയാണെന്നും ആവർത്തിച്ചു പറഞ്ഞു. ഷെറിന്റെ സഹോദരന്മാരുടെ പേര് കൂടി കേട്ടതോടെ എനിക്കൊരു കാര്യം തീർച്ചയായി. അപ്പൊ ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നീട് തോട്ടത്തിൽ നിന്ന് ജീപ്പ് വീട്ടിലേക്ക് പോരുമ്പോഴേ അവത് കുടിച്ചാൻ സ്റ്റാലിയോട് പറഞ്ഞു, എടാ നീ ഓഫീസിലോട്ട് പോകുമ്പോഴേ അവളെ കൂടി കൊണ്ടുപോകണം. എന്നിട്ട് ഇതിന്റെ നടത്തിപ്പും കൂടെ അവളെ ഒന്ന് കണ്ടുപിടിപ്പിക്കണം. അവളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാനാ അപ്പച്ച? സ്റ്റാലി ആണെങ്കിൽ താൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോഴ് കരസ്ഥമാക്കിയ മിലിറ്ററി ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നതിന് അവത് കുടിച്ചാന്റെ നേർക്ക് ഞെട്ടി ചൊളിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അത്രയും കൂടി ഇഷ്ടപ്പെടാത്ത മട്ടിലുള്ള ചോദ്യം. അല്ല നിനക്ക് വല്ലായികോ എന്തോ മറ്റോ വരുമ്പോഴും വേണ്ട സഹായങ്ങളെല്ലാം അവളല്ലേ ചെയ്തു തരണ്ടേ? അവളിതെല്ലാം വേണമെങ്കിൽ നോക്കി നടത്തിക്കൊള്ളൂടാ. നിനക്ക് പോകാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങള് അവള് നോക്കിക്കോളും. അതിന്റെ ആവശ്യമൊന്നുമില്ല. 1 വർഷത്തിലാണ് ഞാൻ അവളുടെ കല്യാണം നടത്തും. അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. അതിനിടയ്ക്ക് ഇവിടുത്തെ റബ്ബർ തോട്ടം ഭരിക്കാം. അതിന്റെ ആവശ്യമൊക്കെ എന്താ? അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ ഒരു കൊല്ലത്തിനകത്ത് കല്യാണം നടത്തണോ? പൂരം നിറഞ്ഞു നിൽക്കൊന്നും അല്ല അവള്. വയസ്സ് 24 ആയിട്ടുള്ളൂ. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? അവള് പഠിക്കുന്നില്ല, ജോലി കിട്ടാൻ കാത്തിരിക്കുന്നില്ല. പിന്നെ അവൾക്കുള്ള സ്ത്രീധന സുഖം സംഘടിപ്പിക്കാനുള്ള കാലതാമസമൊന്നും വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാ സമയം പാഴാക്കുന്നേ? 24 വയസ്സ് കല്യാണപ്രായം തന്നെയാ. എന്നാലും 1 കൊല്ലം എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ട് പോകൂടാ. അവൾക്ക് നമ്മുടെ കൂടെ ജീവിച്ചു കൊതു തീർന്നില്ലല്ലോ. ആരുടെ കൊതു തീർന്നില്ല? അലീനയുടെയോ അതോ അപ്പച്ചന്റെയോ? എടാ നീ എന്തൊക്കെ പറഞ്ഞാലും 1 കൊല്ലത്തിനകത്ത് അവളെ കെട്ടിച്ചോളാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ എന്റെ മോളുടെ കല്യാണം നടത്താൻ അപ്പച്ചന്റെ സമ്മതം ആർക്കു വേണം? അവളുടെ സമ്മതം വേണമല്ലോ. ഞാൻ അവളോട് പറയും 2 കൊല്ലമെങ്കിലും കഴിയാതെ ഒരു കല്യാണത്തിന് സമ്മതം മൂളരുതെന്ന്. നിനക്ക് പല തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെന്നും അവൾക്കറിയാം. അതുകൊണ്ട് അവള് ഞാൻ പറയുന്ന കേൾക്കും. അത് കുടിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സ്റ്റാലിലേക്ക് ദേഷ്യം വന്നു. അതെ അപ്പച്ചൻ ഇന്ന് തന്നെ പുള്ളിയൂർക്ക് വിട്ടോ. ഞാൻ വൈദ്യനോട് പറഞ്ഞേക്കാം വേണേ കൊണ്ടുവിടാനായിട്ട്. ഇനി ഇവിടെ നിൽക്കണ്ട. അല്ലെങ്കിലും എനിക്കല്ല അപ്പച്ചനെ സംരക്ഷിക്കാനുള്ള ചുമതല. ഇളയ മോനെ ഒരുത്തനുണ്ടല്ലോ റോബിച്ചൻ, അവന്റെ കടമ ഞാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി നിർത്തറ എന്നും പറഞ്ഞിട്ട് അവധി കുടിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു. എന്തിന് വണ്ടി നിർത്തറാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാലി സൈഡ് ഒതുക്കി ജീപ്പ് നിർത്തി. അത് കടിച്ച് ഞാൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് സ്റ്റാലിയോട് തട്ടിക്കയറി. നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ എന്നാടാ വലിയ കേണലായത്? എന്റെ മടിയിൽ കിടന്ന് അപ്പിയുടെയും മൂത്രമൊഴുകുകയും ചെയ്തിട്ടുള്ളവനല്ലേടാ നീ? അതും പറഞ്ഞ അവധി കുടിച്ചാൻ കാലുകൾ നീട്ടി വെച്ച് അങ്ങ് നടപ്പ് തുടങ്ങി. അല്പനേരം അലങ്കാരം നേടി സ്റ്റാലി എന്ത് ചെയ്തു? മെല്ലെ ജീപ്പ് എടുത്തോണ്ട് അത് കുടിച്ചാന്റെ ഒപ്പ് എത്തി. അപ്പച്ചനെ വണ്ടിയിലോട്ടൊന്ന് കേറ്. പിന്നെ നിനക്ക് എന്താടാ വണ്ടിയും കിണ്ടിയൊക്കെ ഉണ്ടായത്? അതൊന്നും ഇല്ലാത്ത കാലത്ത് നല്ല അന്തസ്സായിട്ട് ജീവിച്ചാനാടാ ഈ അവതക്കുട്ടി. അല്ല അപ്പൊ അപ്പച്ചൻ കേറുന്നില്ലേ? ഇല്ല, നീ നിന്റെ പാട്ടിന് പോടാ. സ്റ്റാലി ജീപ്പ് പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ റബ്ബർത്തോട്ടത്തിലൂടെയൊക്കെ വളവും തെളിവൊക്കെ ചെരിഞ്ഞ് സ്റ്റാലി അങ്ങോട്ട് പോയി ജീപ്പ് മറയുന്ന അവധി കുടിച്ചാൽ നോക്കിയിരുന്നു. 1 കിലോമീറ്റർ നടന്ന് തോടിന് മീതെയുള്ള പാലത്തിനെത്തിയവ ജീപ്പ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടു. സ്റ്റാലി ബോണ്ടി ചാരി എന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുക. ജീപ്പിനെ കടന്നു പോകാനായിട്ട് അവധി കുടിച്ചായനെ ഭാവിച്ചു കഴിഞ്ഞപ്പോ തന്നെ സ്റ്റാലി വിളിച്ചു. അതെ പുനലൂര് വരെ നടക്കാനാണോ പ്ലാന്? അത് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്നാ ജീപ്പിലോട്ട് കയറ്. ആദ്യം അവധി കുടിച്ചാനൊന്നും മടിച്ചു. ഇതേ രണ്ടാമതിനെ കൊണ്ട് പറയിപ്പിക്കില്ല. സ്റ്റാലി ഒന്നുകൂടെ നോക്കി. അവധി കുടിച്ചാൻ എന്ത് ചെയ്തു? പിണങ്ങിയ കുട്ടിയെ പോലെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. സ്റ്റാലി അങ്ങനെ കയറി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചോണ്ട് പോകുന്നതിന്റെ സ്റ്റാലി പറഞ്ഞു, അതെ അലീനയുടെ അപ്പനെന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പച്ചൻ അതിൽ നിന്നും കൈകടത്തരുത്. എടാ അതുപോലൊരു അവകാശം നിന്റെ കാര്യത്തിൽ എനിക്കുമുണ്ട്. നിന്റെ അപ്പനല്ലേടാ ഞാന്. പിന്നെ അവളുടെ വിവാഹക്കാര്യമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. അതിനിടയിൽ അപ്പച്ചൻ പാര വെക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവളെ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
അതെ, സമ്മതിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ര നല്ലൊരു ഭർത്താവിനെ മാത്രമേ ഞാൻ അവൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുള്ളൂ. എടാ, അവൾക്ക് അവളുടേതായ ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാല് അപ്പച്ചനൊന്ന് തെളിച്ചു പറ. എടാ, കഴിഞ്ഞൊരു ദിവസം ഒരു പയ്യൻ അവളെ കാണാൻ വന്നില്ലായിരുന്നോ? അവര് തമ്മിൽ ഇഷ്ടമാണെന്നാണ് എന്റെ അറിവ്. അപ്പച്ചൻ എങ്ങനെയറിയാം അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്? സ്റ്റാലിയുടെ നെറ്റി ഒളിഞ്ഞു. എടാ, അവൻ അവളോട് വലിയ സ്നേഹമാ. കല്യാണം കഴിക്കാനൊക്കെ ആലോചനയുണ്ട്. അല്ല, അലീനയ്ക്കോ? ഞാൻ അവളോട് ചോദിച്ചു, അവൾക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞേ. സ്റ്റാലി അല്പനേരം ഒന്നും മിണ്ടിയില്ല. ഒടുവില് പറഞ്ഞു, സാരമില്ല, അവളെ ആരും ഇഷ്ടപ്പെടും, തിരിച്ചു ഒരിഷ്ടം തോന്നിയേക്കാം. ഈ പ്രായത്തിൽ അതൊക്കെ സ്വാഭാവികമാ അപ്പച്ചാ. എടാ, നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമൊന്നും അല്ല. അവളുടെ മനസ്സിൽ അവന് വലിയ സ്ഥാനമുണ്ട്. അവന് വലിയ കാര്യമാ. അവൾ ആ പാലാ വീട്ടിലെ വേലക്കാരിയിട്ട് നിന്ന സമയത്തെ അവൻ സഹായിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഓ, അത്രയുള്ളോ? പകരം അവൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുത്തേക്കാം. ഇതങ്ങനെയൊന്നും അല്ല ലാലിച്ച. സമ്പത്ത് കാലത്ത് സഹായിച്ചവരെ ചിലപ്പം മറന്നു പോയിരിക്കാം. പക്ഷെ ഒരാപത്ത് കാലത്ത് സഹായിച്ചവരെ മറക്കാനേ മനസാക്ഷി ഉള്ളവർക്കൊന്നും പറ്റത്തില്ല. അതിന്റെ വില മറ്റുള്ളവർക്ക് തിരിച്ചറിയാനൊന്നും പറ്റിയെന്ന് വരത്തുമില്ല. അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അപ്പച്ചനോട് അവൾ പറഞ്ഞോ? അത്രയൊന്നും അവൾ ഇതുവരെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കല്യാണം കഴിക്കേണ്ട സമയം വരുമ്പോ അവനായിരിക്കും മുന്നില്. നമുക്കത് പറ്റില്ലെന്ന് അപ്പച്ചനോട് അവള് പറഞ്ഞില്ലേ? ഞാൻ അവളോട് പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നൊക്കെ. അവളെന്ത് പറഞ്ഞു? ഞാനും നീയും നമ്മൾ ക്രിസ്ത്യാനികളെ അല്ലെന്നാ അവളുടെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞോ? ശേ, അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ അപ്പച്ച? ഒരു ദിവസം അവൾ എന്നോട് തർക്കത്തിന് വന്നു. ഞാൻ ഈ തോട്ടി ചെക്കിടാൻ കിട്ടിയതിനെ കുറിച്ച് ചോദിച്ചോണ്ട്. തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ലേ എന്നൊക്കെയായിരുന്നു. ഇതെല്ലാം അങ്ങനെ വാരിക്കൊരു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? എടാ, അവൾ അനാഥാലയത്തിൽ വളർന്നതിന്റെ കുഴപ്പ. ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചല്ലേ വളർന്നത്. അത് കഴിഞ്ഞില്ലേ അപ്പച്ച? ഇപ്പോൾ സുഖമല്ലേ അവൾക്ക്? ഇനി എന്തിനാ പഴയ കാര്യങ്ങൾ ആലോചിക്കണം? വിട്ടേക്കണം. എടാ, പക്ഷെ അവളത് പറയുന്ന കേൾക്കുമ്പോൾ തോന്നും എല്ലാം ശരിയാണല്ലോ എന്ന്. ഒരു മറുപടിയും നമുക്ക് മറുപടിയും പറയാനില്ല. അതാണൊരു പ്രശ്നം. സംഗതി ശരിയാണെന്ന് സ്റ്റാലിക്കും അറിയാം. അവളുടെ മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല. അത് ദേഷ്യം കൊണ്ടോ അങ്ങനെ കയറുകൊണ്ടൊന്നും അല്ല. അവള് നമ്മളെ പെട്ടെന്ന് തന്നെ നിശബ്ദയാക്കി കളയും. അത് സ്റ്റാലിക്ക് നന്നായിട്ടറിയാം. പിന്നീട് സ്റ്റാലി പറഞ്ഞു, പക്ഷെ അവളുടെ കല്യാണക്കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കും. പാലക്കാരനുമായിട്ടുള്ള ബന്ധം എന്താണെങ്കിലും ഞാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ചും ആ കുടുംബത്തിൽ നിന്ന്. അതിനെതിരെ ഏതറ്റം വരണമെങ്കിൽ ഞാൻ പോവും. അപ്പച്ചന് പറ്റുമെങ്കിൽ പലപ്പോഴായിട്ട് നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് സ്റ്റാലിനി പറഞ്ഞു. എടാ, എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം എന്ന് അവധക്കുടിച്ചാനും പറഞ്ഞു. അവധക്കുടിച്ചാനും ആ കാര്യത്തിലൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു. അലീനയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന അത് അനുസരിക്കോ അങ്ങനെ എന്തോ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ ആ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് നാളെ വരട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.